മാനസിക ആരോഗ്യം ആധുനിക സമൂഹത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വിഷയാവതരണം നടത്തുന്നതിനായി കുമാരി ആസ്യയെ ക്ഷണിക്കുകയാണ്. ആമുഖമായി ഒന്ന് രണ്ട് കാര്യം കൂടെ പറയട്ടെ. മാനസിക ആരോഗ്യം പൊതുവിൽ മനസ്സിലാക്കിയിടത്തോളം മൂന്നാം ലോക രാജ്യങ്ങളിൽ വളരെ താഴ്ന്ന നിലവാരത്തിലാണെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. സ്വാഭാവികമായും വികസിത രാജ്യങ്ങളിലെ മാനസിക ആരോഗ്യനിലയും അവികസിത രാജ്യങ്ങളിലെ മാനസികാരോഗ്യനിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതിന് കാരണം ഒന്ന് വികസനത്തിൻ്റെ പ്രശ്നമാണ്, രണ്ട് ചിന്താഗതിയിൽ അവർക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു വലിയ കോൺഫിഡൻസ് മറ്റ് ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടാവുക വളരെ വിരളമായിരിക്കും. എന്തായാലും ആധുനിക സമൂഹം, അത് യൂറോപ്പാകട്ടെ ഇനി വരാൻ പോകുന്ന ആധുനിക സമൂഹമാവട്ടെ, അത്തരം സമൂഹത്തിലുള്ള വ്യക്തികളുടെ മാനസികാരോഗ്യം എന്നതാണ് വിഷയം. ആസ്യ തൃശ്ശൂരുകാരിയാണ്, ചൈൽഡ് സൈക്കോളജിസ്റ്റാണ്. ഒരുപക്ഷെ ആദ്യ അവതരണമായിരിക്കാം. നമ്മുടെ തൃശ്ശൂരിലെ രാജേഷ് ചേട്ടൻ്റെയും ഷീജയുടെയും മോളാണ്. സ്വാഭാവികമായും നമുക്ക് സംശയങ്ങളും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകളും വേണ്ടി വന്നേക്കാം. അതിനൊക്കെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആസ്യയെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആസ്യ, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. മാഷ് പറഞ്ഞു. ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ PG ചെയ്തു. ഇപ്പോൾ ഒരു ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ബിഹേവിയർ തെറപ്പിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വിഷയം ആധുനിക സമൂഹത്തിലെ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പിന്നെ ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് ഞാൻ മതങ്ങളുമായിട്ടും മതവിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനഃശാസ്ത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ആദ്യമായിട്ട് എന്താണ് ആരോഗ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യം എന്ന് പറയുന്നത് വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായൊരു ക്ഷേമമാണെന്നാണ് അവർ നിർവചിക്കുന്നത്. അതിൽ തന്നെ മാനസിക ക്ഷേമം അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സാധാരണ ജീവിത ക്ലേശങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഫലപ്രദമായിട്ട് നേരിട്ട് സമൂഹത്തിന് ആവശ്യമായ പ്രയോജനകരമായ സംഭാവനകൾ നൽകാവുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നതാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മാനസികാരോഗ്യം പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ തന്നെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ 45 കോടി ആളുകൾ മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും റീസെൻ്റായിട്ട് 2023 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ തന്നെ കൗമാരപ്രായക്കാർക്കിടയിലെ 7-ൽ 1 ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം മാനസികാരോഗ്യത്തെ നമ്മൾ ഒട്ടും അവഗണിക്കാതിരിക്കണേൻ്റെ അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റേതായ ശാരീരികമായ വളരെ വിഷമതകൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ശാരീരിക ആരോഗ്യം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനൊക്കെ ഒന്ന് അഫക്റ്റ് ചെയ്യണത് എന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ വെച്ചപ്പം ഡിപ്രഷൻ പോലെയുള്ള വിഷാദരോഗം പോലെയുള്ള കണ്ടീഷൻസ് കാർഡിയോവാസ്കുലർ ഹൃദയ രക്തക്കുഴൽ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യശീലങ്ങളായ ശരിയായ ആഹാര രീതിയെയും റെഗുലർ എക്സസൈസ്, മതിയായ ഉറക്കം, സേഫ് സെക്സ്, മദ്യം, പുകവലി ഇവയുടെയൊക്കെ ഉപയോഗം ഇതിനൊക്കെ സ്വാധീനിക്കും. ഇത് ശാരീരിക രോഗങ്ങൾ വർദ്ധിപ്പിക്കാനും കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ പുവർ മെൻ്റൽ ഹെൽത്ത്
സാമൂഹ്യ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മയിലേക്കും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയിലേക്കും ദാരിദ്ര്യത്തിനും മദ്യമയക്കുമരുന്ന് ഇവരുടെയൊക്കെ ഉപയോഗത്തിനും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ രോഗപ്രതിരോധ ശേഷീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ മാനസികാരോഗ്യം. ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് വൈസ് വേഴ്സ തിരിച്ചും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ ക്രോണിക് ഇൽനെസ്സുകളായ ഇങ്ങനെ ക്യാൻസറോ ഹൃദ്രോഗങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു പനി പോലും നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ഇപ്പം ക്യാൻസർ ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വിഷാദരോഗമൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ, വിഷാദരോഗം ആങ്സൈറ്റി ഡിസോർഡറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ സമ്മർദ്ദപൂരിതമായ സ്ട്രെസ്ഡായ അവരൊരു ജീവിത അന്തരീക്ഷത്തിൽ അയാൾക്ക് പ്രശ്നങ്ങളെ ഫലപ്രദമായിട്ട് പരിഹരിക്കാൻ കഴിയാതെ വരിക, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെഗറ്റീവായ വികാരങ്ങൾ, ഇതിനെയാണ് മാനസികാരോഗ്യ പ്രശ്നം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ സാമൂഹിക ജീവിതത്തെ, സാമൂഹിക ബന്ധങ്ങളെ, അതുപോലെ തന്നെ പഠനം, ജോലി പോലെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഇവ നയിക്കും. ഇത്തരം മാനസിക സംഘർഷങ്ങളുടെ കാരണങ്ങളായിട്ട് പൊതുവെ വരുന്നത് വ്യക്തിപരമായ ജീവിത മാറ്റങ്ങളാകാം, അല്ലെങ്കിൽ ട്രോമാറ്റിക് ജീവിതാനുഭവങ്ങളാകാം. ഉദാഹരണം പറയുക ഒരു പ്രിയപ്പെട്ട ആളുടെ വേർപാടോ അങ്ങനെയുള്ള അപ്രതീക്ഷിതമായ സംഭവങ്ങളാകാം, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളാകാം. ഇനി എന്തുകൊണ്ടാണ് മാനസികാരോഗ്യത്തിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടാത്തത് എന്ന ഒരു ചോദ്യം വരുമ്പോൾ പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചിന്തയാണ്. എന്താണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരാളുടെ മനസ്സിൻ്റെ ബലക്കുറവായിട്ടാണ് ആളുകൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെത്ര ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരു അമാനുഷിക ശക്തിയുടെ ഫലമായിട്ടാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ചിന്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികാരോഗ്യ ചികിത്സാ രീതികളെക്കുറിച്ചും കുറേയധികം തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മെഡിസിനുകൾ ധാരാളം സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ വെറും ഉറക്കാനുള്ള ഗുളികകളാണ് നൽകുന്നത് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റിഗ്മയാണ്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളെയും അവരുടെ കുടുംബക്കാരെയും അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും അവരൊക്കെ നേരിടുന്ന ഒരു സാമൂഹിക അപമാനം, അതുപോലെ തന്നെ സമ്മർദ്ദം, ഇതൊക്കെ തന്നെയാണ് മാനസികാരോഗ്യത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സഭയുടെ ഒരു ലക്ഷ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു മനസ്സും മതങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ചില മനുഷ്യർ വിശ്വസിക്കുന്നു, ചില മനുഷ്യർ വിശ്വസിക്കുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് ലോകത്താകമാനം ഏകദേശം 80% ആളുകളും ഏതെങ്കിലും ഒരു മതത്തിലോ ദൈവത്തിലോ ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പല കാരണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും മനഃശാസ്ത്രപരമായിട്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണെന്ന് കാണാം. അതിലൊന്നാണ് കോഗ്നേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് വൈജ്ഞാനിക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ കോഗ്നേറ്റീവ് ഫാക്ടേഴ്സ് എങ്ങനെ ദൈവവിശ്വാസത്തെ സ്വാധീനിക്കുന്നു എന്നത് ഇത് കണ്ടെത്തുന്നതിൻ്റെ ഒരു രീതി ചിന്താശേഷിയിലെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആളുകളെ താരതമ്യപ്പെടുത്തലാണ്. അപ്പോൾ അതിൽ കണ്ടെത്താൻ കഴിയുന്നത് അനലറ്റിക്കൽ തിങ്കിങ് സ്റ്റൈൽ, അതായത് വിശകലന ചിന്താശൈലി. വിശകലന ചിന്താശൈലി എന്ന് പറയുമ്പോൾ ഒരു തീരുമാനത്തിലെത്തുന്നതിന് ഇൻഡ്യൂഷനെ, അതായത് കാര്യകാരണങ്ങളെ വിശകലനം ചെയ്യാതെയുള്ള ചിന്താശൈലിയെ മറികടക്കുന്ന ആളുകൾ വിശ്വാസികളാവാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്.
അതുപോലെ തന്നെ ഇപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിൽ പോലും പല പഠനങ്ങളും തെളിയിക്കുന്നത് കൂടുതൽ ഇൻ്റലിജൻസ്, ബുദ്ധിപരമായ കഴിവ് ഉള്ളവർ ദൈവത്തിലോ മതത്തിലോ വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ്. ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ വിശകലന ചിന്താശൈലിയാണ്, അനലിറ്റിക്കൽ തിങ്കിങ് സ്റ്റൈല്. മറ്റൊന്ന് മോട്ടിവേഷൻ ബേസ്ഡ് ആണ്, പ്രചോദനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് ബുദ്ധിപരമായിട്ട് മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരു മതം നൽകുന്ന മനഃശാസ്ത്ര നേട്ടങ്ങളുടെ ആവശ്യകത കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് മതത്തിനുള്ളിൽ വളരെ പൊതുവായിട്ട് കണ്ടുവരുന്ന പോലെ ചുറ്റും നടക്കുന്നത് ആരുടെയോ നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു ചിന്ത, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഹോപ്പ്, പ്രതീക്ഷ, മോട്ടിവേഷൻ, ഇതൊന്നും തന്നെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയ ആളുകൾ ആവശ്യമായി കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത്. മറിച്ച് ഇത്തരമൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിങ് ഫോഴ്സ് സ്വയം ജനറേറ്റ് ചെയ്യാൻ ഇവർ കാപ്പബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാരണം പറയുന്നത് മോട്ടിവേഷണൽ റീസൺസ് ആണ്, പ്രചോദനപരമായ കാരണങ്ങൾ. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കോമ്പൻസേറ്ററി കൺട്രോൾ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തമുണ്ട്. ഇതിൽ പറയുന്നത് മനുഷ്യർ തങ്ങളുടെ ലോകം പ്രവചിക്കാവുന്നതും നിയന്ത്രിക്കാവുന്നതുമാണെന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പം ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞരായ കെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിലുള്ള വിശ്വാസം ഒരു നീഡ് ഫോർ പെർസീവ്ഡ് കൺട്രോൾ അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളൊരു ചിന്തയിലാണ് പ്രചോദിതമായിരിക്കുന്നതെന്നാണ്. ഈ ഒരു കാര്യം അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പരീക്ഷണത്തിലൂടെ ആളുകൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണെന്ന് ചിന്ത വരുമ്പോൾ അവരിൽ ദൈവത്തിലോ മതത്തിലോ ഒക്കെയുള്ള വിശ്വാസം കൂട്ടുന്നുണ്ട് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ്. ഈ പറഞ്ഞ വൈജ്ഞാനിക ഘടകങ്ങളും പ്രചോദനപരമായ ഘടകങ്ങളും നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നതിൻ്റെയും വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 20-ാം നൂറ്റാണ്ടിലെ മതവിശ്വാസത്തിലുണ്ടായ തകർച്ച ആ കാലയളവിലുണ്ടായ ഐക്യുവിൻ്റെ വർധനവ് കൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവാം എന്നുള്ളൊരു വാദം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ശക്തവും പ്രഡിക്റ്റബിളും ആയ ഒരു രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒരു സമൂഹത്തിൻ്റെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ മതവിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനൊക്കെ തകർച്ച നേരിടുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് കൂടിയാണ്. ഇനി ഇതിൻ്റെ സാമൂഹികപരമായ ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് വരുന്നത് സോഷ്യലൈസേഷനാണ്. അതായത് മനുഷ്യരൊരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ മതമോ ഒക്കെ വാല്യൂ ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതിലെ ആളുകൾ സ്വാഭാവികമായും ആ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവുക എന്നൊരു മോട്ടിവേഷന് ദൈവത്തിലും മതത്തിലൊക്കെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് അവർ പല വാല്യൂസ് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ രൂപപ്പെടുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ കുട്ടികൾ മതപരമായ ചടങ്ങുകൾക്കും അതിൻ്റെ വാല്യൂസിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന സമൂഹത്തിലാണ് വളരുന്നതെങ്കിൽ അവർ മുതിർന്നവരാകുമ്പോഴും ആ പാതയിൽ കൂടി തന്നെ സഞ്ചരിക്കാനാണ് താല്പര്യപ്പെടുക. ഇതിന് തന്നെ ഒരു മറുവശം കൂടിയുണ്ട്. യുക്തിയുടെ ചിന്താശൈലിയിലാണ് ആ ഒരു സമൂഹത്തിലാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ അവർ മുതിർന്നവരാകുമ്പോഴും ആ ചിന്താശൈലി തന്നെ പിന്തുടരാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത്. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, എല്ലാ രീതിയിലും പുരോഗമിച്ച ഈ ലോകത്ത് ഒരു സമൂഹം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തേണ്ടത് ഒരിക്കലും മതം പോലെയുള്ള ഒരു പ്രാകൃത സംവിധാനമല്ല, മറിച്ച് യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്നുള്ളൊരു ബോധമാണ്. അതുമാത്രമല്ല, മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മാനസിക രോഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത് അമാനുഷിക ശക്തികൾ മൂലമെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്.
അപ്പം ഈ യഥാർത്ഥത്തിൽ എന്താണ് മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നുള്ളതെന്നും കൂടി നമുക്കൊന്ന് വളരെ ലഘുവായി ബ്രീഫായിട്ട് ഇവിടെ ഒന്ന് പരിശോധിക്കാം. അപ്പം ആദ്യമായിട്ട് മനുഷ്യ മസ്തിഷ്കം എങ്ങനെയാണ് മാനസിക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ആക്ഷൻസിനെയും റിയാക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു കേന്ദ്രം, ഒരു പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ വിളിക്കാം. നമ്മളെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും മോറോവർ ടു ലിവ് ദ ലൈഫ് എന്ന് പറയില്ലേ, അതിനൊക്കെയുള്ള എബിലിറ്റീസ് തരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രാപ്തമാക്കുന്നത് മെയിൻലി ബ്രെയിനാണ്. ബ്രെയിനിൻ്റെ ചില പെർട്ടിക്കുലർ ഭാഗങ്ങൾ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കും. ഓരോ ഭാഗങ്ങളും ഓരോ ഏരിയനെയാണ് സ്വാധീനം ചെലുത്തുക. ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗം ബ്രെയിനിലുണ്ട്. ഇത് നമ്മുടെ ഇമോഷൻസിനെ, വികാരങ്ങളെ റെഗുലേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതായത് ഇപ്പം ദേഷ്യമോ പേടിയോ പ്ലഷറോ ഇങ്ങനെയുള്ള വികാരങ്ങൾ. മറ്റൊരു ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മെമ്മറി ബാങ്ക് എന്ന് വിളിക്കാം. നമ്മുടെ അറിവുകളും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഏരിയകളും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇമോഷൻസിനെ എങ്ങനെ പ്രകടിപ്പിക്കണം, അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ മറ്റൊരാളെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതൊക്കെ ഈ രണ്ട് ഭാഗങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ അമിഗ്ഡാല ഓരോ ഈവൻസിനെയും അല്ലെങ്കിൽ സിറ്റുവേഷൻസിനൊക്കെ അത് ട്രിഗർ ചെയ്യുന്ന ഇമോഷൻസിനായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഹിപ്പോ ക്യാമ്പസ് അതിന് നമ്മുടെ മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്യും. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിലും ഭയങ്കര കോംപ്ലക്സ് പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു സ്ട്രോങ് ഇമോഷനെ ആയിട്ട് കണക്ട് ചെയ്ത സിറ്റുവേഷൻസിനെയാണ് നമ്മൾ കൂടുതൽ ഓർക്കുക. ഇപ്പം ഉദാഹരണം പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു സൈക്കിൾ വാങ്ങിയത് വളരെ അധികം ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമായിരിക്കും. അത് ഒരുവിധ ആളുകളൊക്കെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ വേർപാട്, ഇതൊക്കെ നമ്മളെ കൂടുതൽ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് പറയണം. അപ്പം ഇത് പറയുമ്പം പഠനങ്ങൾ പറയുന്നത് ഡിപ്രഷൻ, വിഷാദരോഗമൊക്കെയുള്ള ആളുകളിൽ ഈ രണ്ട് ഭാഗങ്ങൾ അമിഗ്ഡാലയും ഹിപ്പോ ക്യാമ്പസിൻ്റെയും കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ലെവൽ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും ഒരു ഡിപ്രസ്ഡ് ബ്രെയിൻ കാണിക്കുന്നതെന്നാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിഷാദ രോഗികൾ കടന്നു പോകുന്ന സിവിയർ സ്ട്രെസ്സ് അവരുടെ ബ്രെയിൻ സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കും എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിൽ ഏകദേശം 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മെസ്സഞ്ചേഴ്സ് എന്ന് വിളിക്കാം. ഈ മെസ്സഞ്ചേഴ്സ് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു കെമിക്കൽ സിഗ്നൽ വഴിയാണ്. ഈ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്ന കെമിക്കൽസാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ ചിലപ്പോഴൊക്കെ ബെനഫിറ്റ്സ് ഉണ്ടാക്കും, ചിലപ്പോൾ റിസ്ക് ഉണ്ടാക്കും. മിക്കവാറും മാനസിക രോഗങ്ങൾ ഈ ന്യൂറോൺസ് തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഫീൽ ഗുഡ് കെമിക്കൽ എന്ന് നമുക്കതിനെ വിളിക്കാം. ഇത് നമുക്കൊരു തരം സെൻസ് ഓഫ് പ്ലഷർ പ്രദാനം ചെയ്യുന്ന ഒരു കെമിക്കലാണ്. നമ്മളൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആക്കി നിർത്താനും ഫോക്കസ്ഡ് ആക്കി നിർത്താനും അതുപോലെ തന്നെ അതിനെ പ്ലാൻ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ഡൊപ്പാമിനാണ്. പക്ഷേ ഇതിൻ്റെ തോത് കൂടുന്നത് അഡിക്ഷനിലേക്ക് നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അൺസ്റ്റേബിൾ അളവ് സ്കീസോഫ്രീനിയ പോലെയുള്ള ADHD പോലെയൊക്കെയുള്ള രോഗാവസ്ഥകളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെയുള്ള വേറൊരു കെമിക്കലാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറഞ്ഞ അളവ് ഡിപ്രഷൻ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറൊക്കെ പോലെയുള്ള രോഗാവസ്ഥകളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള അവസ്ഥ ആൻറ്റി ഡിപ്രസൻറ്റുമായിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പം ഇതുപോലെ ഇത് മാത്രം ഇതിനോട് അനുബന്ധിച്ച് തന്നെ വേറെയും കാരണങ്ങൾ മാനസിക രോഗങ്ങൾക്ക് പിന്നിലുണ്ട്. ഇപ്പം മോശം ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളോ ഇതൊക്കെ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ പങ്കുവഹിക്കുന്നുണ്ട്.
ഇത് കൂടാതെ ജനിതക ഘടകങ്ങൾ, ഇപ്പം ഒരു കുടുംബത്തിലെ മുൻ തലമുറയിൽ ആർക്കെങ്കിലും തന്നെ മാനസിക രോഗങ്ങളുണ്ടെങ്കിൽ ഈ രോഗസാധ്യത അടുത്ത തലമുറയിലേക്ക് ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഒരിക്കലും അമാനുഷിക ശക്തികളുടെ ഫലമായിട്ടല്ല മാനസിക രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇത് പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. വളരെ ബ്രീഫാക്കി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിലവിലെ സാമൂഹ്യ സ്ഥിതിയെ അല്ലെങ്കിൽ ഘടനയെ എല്ലാം മറികടന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് മനുഷ്യർ. അങ്ങനെ ചില ആളുകൾ ചിന്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാറ്റത്തിനായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ്, അവർ മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ് ലോകം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തിയതും. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളിലൂടെ തന്നെ പ്രാവർത്തികമാക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. ചോദിക്കാനുള്ളത്, ഈ പരദൂഷണം എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള കണക്കൂട്ടിൽ എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്നും, പിന്നെ സത്യഭാമ ടീച്ചർ ഡാൻസർ അവർ RMB രാമകൃഷ്ണനോട് കാണിച്ച അതൊക്കെ ഒരു മാനസിക വിഷയമാണോ? അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം. ഇപ്പോൾ സത്യഭാമ ടീച്ചറുടെ കാര്യം പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എങ്ങനെ പെരുമാറണം എന്ന് ഉള്ള ഒരു ബോധത്തിൻ്റെ കുറവ് ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടിയും സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു സാമൂഹ്യ ചിന്താഗതിയുടെ പ്രശ്നമാണത്. അവരുടെ മാത്രം പ്രശ്നമല്ല, അവരുടെ പ്രശ്നം എന്ത് എവിടെ പറയണം എന്ന ബോധം ഇല്ലാത്തതാണ്. അല്ലാതെ ചിന്തിക്കുമ്പോൾ അതൊരു സാമൂഹ്യ ചിന്തയുടെ പ്രശ്നമാണ്. അവർക്ക് മാത്രമുള്ള ഒരു ചിന്തയല്ല അത്. സമൂഹത്തിലെ വളരെ കൂടുതൽ ആളുകൾക്ക് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഉള്ളൊരു ചിന്തയാണ്. അത് അവരിലൂടെ പുറത്തു വന്നതെന്ന് മാത്രം. ചിലർക്കത് മനസ്സിൽ സൂക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞ് പുറത്ത് നടക്കാൻ പറ്റും, ചിലരത് പുറത്ത് പറയും, അത്രയേ ഉള്ളൂ. ഇവിടെ സംസാരിച്ച വിഷയമായിട്ടല്ല എൻ്റെ ചോദ്യം, എന്നാലും മാനസിക പ്രയാസങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു 10-15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഞങ്ങളെ അയൽവാസിയുടെ അടുത്ത് ഒരു വീട്ടുകൂടലുണ്ടായി. അതായത് പുതിയ വീട് വെച്ച് അവർ താമസിച്ചു. അവർ 2 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. പെൺകുട്ടിക്ക് ഏകദേശം 10-15 വയസ്സായി. അപ്പോൾ വീട്ടുകൂടലൊക്കെ ഭംഗിയായിട്ട് നടന്ന് യാതൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു വീട്ടുകൂടലൊക്കെ നടന്നത്. പക്ഷേ അന്ന് വീട്ടുകൂടുന്നതിൻ്റെ ആ ദിവസം ഒരു 7 മണിയാവുമ്പോൾ അവൾക്ക് ഭയങ്കര പ്രയാസങ്ങൾ, എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ ഷെയ്ത്താൻ ഇളകിയെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഏതായാലും എല്ലാവരും കൂടെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, നിങ്ങളെ മതപരമായിട്ടുള്ള ആരെങ്കിലും കാണിച്ചു നോക്കുമെന്ന്. അത് സമയത്ത് അവർ കാണിച്ചതിന് ശേഷം അത് മാറി. അതെന്തുകൊണ്ടാണ്? മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അത് മാനസികമായിട്ട് എന്തെങ്കിലും വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും അണ്ടർലൈങ് കണ്ടീഷൻസ് അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് ട്രിഗർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ സിംറ്റംസൊക്കെ ആ സമയത്ത് എക്സ്പ്രസ്ഡ് ആയത്. അപ്പം ഡോക്ടറെ അടുത്ത് പോയി അവർക്കൊരു മതപരമായ എന്തോ ഒരു സൊല്യൂഷൻ അതിന് കിട്ടുമെന്ന് പറഞ്ഞപ്പം ആ ഒരു ചെറിയൊരു സമാധാനത്തിൽ അവരുടെ ആ സിംറ്റംസ് ഒന്ന് കുറഞ്ഞതായിരിക്കും ആ സമയത്ത്. പക്ഷെ അതിന് അങ്ങനെ അണ്ടർലൈങ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിന് ചികിത്സ വേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സൈക്കോളജിസ്റ്റുകൾ ഇപ്പം മതവിശ്വാസികളാകാം അല്ലേ? മതവിശ്വാസികളായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുണ്ടാവാം, ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതൽ കണ്ടേക്കുന്ന കാര്യം വെസ്റ്റേൺ സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും ഈസ്റ്റേണിലെ ഈ മെഡിറ്റേഷൻ അതിനെയൊക്കെ ഒരുപാട് ബുക്സുകളിൽ വർണ്ണിക്കുന്നതായിട്ടും അതൊരു ആശ്വാസം കിട്ടുന്ന ഒരു ഇതായിട്ടും പറയുന്നത് വായിച്ചിട്ടുണ്ട്. ഈവൻ ന്യൂറോ സയൻറ്റിസ്റ്റ് പോലും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം,
സൈക്കോളജിക്കൽ തിയറി വെച്ചിട്ട്, അല്ലെങ്കിൽ അത് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതിനെ എങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു? അതോ അവർ ഔട്ട് ഓഫ് അക്കാദമിക് ആയിട്ടാണോ ഈ കാര്യങ്ങൾ പറയുന്നത്? പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കുന്നു എന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും അതിനെ തെളിയിക്കുന്ന പഠനങ്ങളുണ്ട്. ബ്രീത്തിങ് എക്സസൈസൊക്കെ നമ്മുടെ ബ്രെയിനിന് ഒരു റിലാക്സേഷൻ നൽകും എന്നുള്ള രീതിയിൽ മെഡിറ്റേഷൻ അതിന് സഹായിക്കും എന്ന രീതിയിലുള്ള പഠനങ്ങളുണ്ട്. ഇനി ഈ മാനസിക പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഫെല്ലോ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളോട് നമ്മളെപ്പോഴും സുഖമാണോ എന്ന് ചോദിക്കും. അത് ആക്ച്വലി നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മാർത്ഥമായിട്ട്, ആ സുഖമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ഓപ്പണായി സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് പറയുന്നത്. ഓപ്പണായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിനെ മുൻധാരണകളില്ലാതെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അതവർക്ക് നൽകുന്നൊരു റിലീഫ് വളരെ അധികമായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ലൈഫൊക്കെ സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും കേൾക്കാൻ സമയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ്സൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്നുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്തുള്ള ആളോട് എങ്ങനെ ഇരിക്കുന്നു എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അവർ പറയുന്നത് വ്യക്തമായി കേൾക്കുക, അവരെ കുറ്റപ്പെടുത്താതെ കേൾക്കുക, അവരെ ഒരു മുൻധാരണ വെക്കാതെ കേൾക്കുക. അതുപോലെ തന്നെ അവർക്കൊരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് എന്നുള്ളൊരു ബോധം അവരിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് നേടാൻ അവരെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടിരിക്കുമ്പോൾ, നമ്മൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണമെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നില്ല ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് കണക്ട് ചെയ്യുക പ്രൊഫഷണൽ സപ്പോർട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റായിട്ടോ സൈക്കാട്രിസ്റ്റായിട്ടോ കൗൺസിലറായിട്ടൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഞാനൊരു പോയിന്റ് പറഞ്ഞു എന്ന് മാത്രം. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മളെ ഏത് ഡോക്ടറെ കാണുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. കഴിഞ്ഞ വെക്കേഷനിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി, അയാൾ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. അയാൾ കേരളത്തിലെത്തി, ആദ്യമായിട്ട് കേരളത്തിൽ വരിക, ഒരു റിലേഷൻ എടുത്ത് വരുവാണ്. ഇവിടെ വന്നത് നെയ്യാറ്റിങ്കര ഭാഗത്താണ്. നെയ്യാറ്റിങ്കര ഭാഗത്ത് വന്നു. അപ്പോൾ അവിടെയുള്ള മറ്റ് കുടുംബത്തിലെ കുട്ടികളുടെ കൂടെ അയാൾ ഏതോ അമ്പലത്തിൽ പോയി, വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ട് അവിടെ എന്തോ പ്രസാദം നെറ്റിയെ തൊടു എന്തെങ്കിലും ചെയ്തു. ഉടനെ ഇയാൾ ബോധം കിട്ടി താഴെ വീണു. ഈ ബോംബെയിൽ നിന്ന് വന്നയാൾ, അയാൾ ഇതിനു മുമ്പ് ഈ കേരളത്തിൽ വരുമോ അമ്പലത്തിൽ പോകുമോ ചെയ്തിട്ടില്ല. അയാൾ ഉടനെ താഴെ വീണ് കഴിഞ്ഞ് ഇയാളെ എടുത്തുകൊണ്ട് പോയി എന്തൊക്കെ ചെയ്തു. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തെ പിറ്റേ ദിവസം തൊട്ട് രാത്രി അയാൾ 8:30 ആകുമ്പോഴത്തേക്കും എണീറ്റ് ഓടുക. നേരെ കണ്ണുമടച്ചങ്ങ് ഓടും. ഒരു കണ്ണിന് കാഴ്ചയൊന്നുമില്ല. എവിടെ ഓടുന്നത്? ഇത് കയ്യാലെ പോയി ഇടിക്കുക, മരത്തെ പോയി ഇടിക്കുക, താഴെ വീഴുക. ഇതൊക്കെ ആയപ്പോഴത്തെ അയാളെ പിടിക്കാനായിട്ട് ആൾ വന്നു. അപ്പം അന്ന് തൊട്ട് അയാളുടെ വീട്ടിൽ 5-8 പേര് ഈ പയ്യനെ പിടിക്കാം. പയ്യനെ ഭയങ്കര ആരോഗ്യമാണ്, ആ സമയത്ത് ഭയങ്കര ആരോഗ്യമാണ്. അതിനുശേഷം ഡോക്ടറെ എടുത്തുകൊണ്ട് പോയി അവരൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണോ പോയത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണോ പോയെന്ന് അറിയില്ല. അവർ പല സ്ഥലത്തും പോയി. അതിനുശേഷം പിന്നെ മന്ത്രവാദിയൊക്കെ എടുത്തിട്ട് അടിച്ചു. അത് ആ മന്ത്രവാദി പറഞ്ഞു ഒരു മന്ത്രം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ മന്ത്രവാദി ആദ്യം അടി കൊണ്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മന്ത്രം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത മന്ത്രം ചെയ്തപ്പോൾ മന്ത്രവാദി അവനോട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾ പോയി. എനിക്ക് കാശൊന്നും വേണമെന്ന് പറഞ്ഞ് അയാൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ, ചേർത്തല അമ്പലത്തിൽ, ഇങ്ങനെ പല അമ്പലത്തിൽ അവർ പോയി ഭജന ഇരിക്കുക, അതൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞ വർഷം മെയ് മുതൽ ഡിസംബർ വരെ ഇതായിരുന്നു. അപ്പോഴത്തേക്കും ഈ ബോംബെയിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നു. പിന്നെ ഇവൻ പകലെല്ലാം റൂമിനകത്ത് അടച്ചിരിക്കും. രാത്രി ആയിക്കഴിഞ്ഞാൽ അന്നേരം ഒരു കുഴപ്പമില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പുള്ളിയെ പിന്നെ കാണത്തില്ല. പുള്ളി കട്ടിലിനായിട്ട് കയറിയിരിക്കുക. അപ്പോൾ റൂം തുറന്ന് ആരെങ്കിലും നോക്കിയാൽ റൂമിനകത്ത് ആളില്ല. അവൻ എവിടെ ഇരിക്കുന്നതെന്ന് ആരും അറിയത്തില്ല. അവൻ കട്ടിലിനടിയിലൊക്കെ കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആരെയും കഥ തുറന്ന ഉടനെ അവൻ ചാടി എണ്ണിട്ട് നേരെ ഓടും. എങ്ങോട്ടാണ് ഓടുന്നതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ജോലിക്ക് പോകാതെ അവനെ
നോക്കിയിരിക്കുക, 10-15 പേര് നോക്കിയിരിക്കുക, ഭയങ്കര ആരോഗ്യം. പലരെയും കടിച്ചു, കടി കൊണ്ട് ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ പോയി കുത്തിക്കെട്ടൊക്കെ നടത്തി, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അപ്പം എന്നോടൊക്കെ വിളിച്ചു ചോദിച്ചു അവിടുന്ന്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇത് ഈ സൈക്കോ റിലീജിയസ് തെറാപ്പി ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞത് പണ്ട് നമ്മൾ ഡോക്ടർ എസ് ശാന്തകുമാറിൻ്റെ പുസ്തകം, ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധരൻ്റെ ഒക്കെ പുസ്തകം വായിച്ചിട്ട് ആ അറിവൊക്കെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അവരിവിടെ നോക്കിയപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആരെ കാണുന്നത്, അവർ പല ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്, ഇംഗ്ലീഷ് മരുന്നിൻ്റെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്നും അവർക്കിതൊന്നും കിട്ടില്ല. അവൻ ഇപ്പോഴും അവൻ അത് കഴിഞ്ഞിട്ട് മടുത്തു, പൈസയൊക്കെ ഒത്തിരി ചിലവാക്കി മടുത്തു. ഒത്തിരി പേരെ അവൻ കടിച്ചു, ഒത്തിരി പേരെ തല്ലി, ഡോക്ടർമാരെ തല്ലി, മന്ത്രവാദിയെ തല്ലി, വീട്ടുകാരെ തല്ലി, അങ്ങനെ എല്ലാവരും വശം കെട്ടു. അവന് ഒത്തിരി ആൾക്കാരുടെ സഹായത്തോടെ വീണ്ടും ബോംബെ കൊണ്ടുവന്നിട്ടുണ്ട്. ബോംബെ കൊണ്ടുവന്നിട്ട് അവനെ വീട്ടിൽ അടച്ചിട്ടു. അവിടെ ഇപ്പോഴും ചില സമയത്ത് ഇറങ്ങി ഓടും, രാത്രി ഇറങ്ങി ഓടും. അവൻ പറഞ്ഞ രാത്രി സമയത്ത് എന്തോ ഒരു മണം വരും. ആ മണം വരുമ്പോഴത്തേക്ക് അവന് പിന്നെ ഒരു ബോധവുമില്ല, ഓടുക. ആരെയും പിടിക്കാൻ നോക്കി അവരെയൊക്കെ അടിച്ച് താഴെയിട്ട് ഓടുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കേസിൽ ഏത് ഡോക്ടറെ അടുത്താണ് കൊണ്ടുപോകേണ്ടത്, അത് അറിയാൻ വേണ്ടി ചോദിച്ചത്. പൊതുവെ പറയുമ്പോൾ എങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റിനെയാണ്. അവരാണ് ഇത് ഒരു സാധാരണ കൗൺസിലിങ്ങിലൂടെ മാറുന്ന, നമുക്ക് കൗൺസിലിങ്ങിലൂടെ ബെറ്റർ ആവുന്ന ഒരു കണ്ടീഷനാണോ അതോ ഒരു മാനസിക രോഗത്തിലേക്ക് വളർന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്, അതായത് അബ്നോർമൽ ആയിട്ടുള്ള മാനസിക അസുഖങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ എൻ്റെ അടുത്തേക്കാണ് പോവുക. അവരത് ഒരു ബേസിക് അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം മെഡിസിൻസ് ആവശ്യമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയാണ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ലെവൽ പോകുന്നത്. ഇപ്പം ഈ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നില്ല കൗൺസിലിംഗ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ കേസ് നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞാലാണ് ഏത് രോഗമാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ. എങ്കിൽ പോലും മിക്കവാറും സൈക്യാട്രിസ്റ്റിനായിരിക്കും ബെറ്റർ ആവുക. ഈ പറഞ്ഞ സിംറ്റംസിന് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കുക. ആ സൈക്യാട്രിസ്റ്റ് ഇനി റിലീജിയസ് എന്തെങ്കിലും കാര്യങ്ങളാ ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ ഒരു ബെറ്റർ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ് കാര്യം. കാരണം എല്ലാ ഡോക്ടേഴ്സിനും ഇപ്പം നേരത്തെ പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും മതാചാര പ്രകാരമുള്ള എന്തെങ്കിലും ചികിത്സ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അറിവല്ലല്ലോ, ബുദ്ധിയാണല്ലോ പ്രധാനം. ഈ അറിവ് എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എവിടെയെങ്കിലും യുക്തിവാദി പരിപാടി നടക്കണമെന്ന് കേട്ടാൽ ഉടൻ ഓടിപ്പോയി പങ്കെടുക്കുക, എന്നിട്ട് ഹാളിൽ പോയി ഉറക്കം തൂങ്ങിയിരിക്കുക. ഇതൊരു മാനസിക രോഗമാണോ? നിങ്ങളുടെയൊക്കെ ഒരു ഗ്രൂപ്പിൻ്റെ അനുഭവത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന ആളുകളെക്കുറിച്ചൊരു പൊതുചർച്ച ഉണ്ടാവുമല്ലോ. പൊതുചർച്ച ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ എത്തുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് വെച്ചോ വിഷയസംബന്ധിയായ വിഷയം ഇത് വെച്ചോ നിങ്ങളൊരു സർവേ വല്ലതും എടുത്തിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഇപ്പം അഡോളസെൻ്റ് കൗമാരപ്രായക്കാർക്കിടയിലാണെങ്കിൽ അവർക്ക് പഠന സംബന്ധമായ സ്ട്രെസ് കൊണ്ട്, അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അഡോളസെൻ്റ് പ്രായത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതല്ലാതെ കുറച്ചും കൂടി പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കരിയർ ചൂസ് ചെയ്ത കരിയർ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ജോബിലെ സ്ട്രെസ്സൊക്കെ മൂലമുള്ള ഒരു യങ് അഡൾട്ട്സിലൊക്കെ ഇങ്ങനെ കരിയറുമായിട്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ സീനിയർ സിറ്റിസൺസൊക്കെ ആണെങ്കിൽ ഈ ലോൺലിനെസ്സൊക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ ഫാമിലീസിലാണെങ്കിൽ ഇങ്ങനെ ഒത്തുപോകാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ പല ചിന്താഗതിയുള്ളതിൻ്റെയും, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ, കുറച്ച് പ്രായമായിട്ടുള്ള പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ മുകളിൽ സമൂഹം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കുറേ ചുമതലകളുണ്ട്. ഒരു എന്താ പറയുക, ഒരു അലിഖിത നിയമം പോലെ നിങ്ങളിങ്ങനെ ആയിരിക്കണം, നിങ്ങൾ കുടുംബം നോക്കണം, ഇത്രയും പൈസ സമ്പാദിക്കണം,
എന്നൊക്കെയുള്ള കുറച്ച് ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും അങ്ങനെയുണ്ട്. ഇപ്പം കുടുംബജീവിതം, പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ജീവിതം ഒത്തു ചേർത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം സ്ത്രീകൾക്കും ഇങ്ങനെ ഇപ്പോൾ ഒരു കെയർ ഗിവർ എന്നുള്ളൊരു പദവിയാണ് സമൂഹം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കെയർ ചെയ്യുന്ന, കുടുംബത്തിലെ മുതിർന്നവരെയും കുട്ടികളെയും ഒക്കെ കെയർ ചെയ്യാൻ അവർ ബാധ്യസ്ഥയാണ്. അപ്പം ഈ ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ ഈ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഇങ്ങനെയുള്ള ചുമതലകൾ കൊണ്ട് അവർക്ക് കുറേ സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇന്ന് സമൂഹത്തിലെ പുതിയതായി കേട്ടുവരുന്ന ഒരു രോഗമാണ് ബോർഡർ ലൈൻ ഡിസോർഡർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത കാലത്തായി കുറച്ച് ആളുകൾ ആത്മഹത്യകളടക്കം നമ്മൾ കണ്ടുവരുന്ന, അത് കേട്ട് പരിചയം ഇല്ലാത്ത ഒരു പുതിയ ഇതാണ്. അതിനെ തിരിച്ചറിയാനുള്ള ആദ്യഘട്ടത്തിലും തിരിച്ചറിയാനുള്ള മാർഗങ്ങളും, അതുപോലെ തന്നെ ഇന്ന് ശാസ്ത്ര രംഗത്ത് അത് പരിഹരിക്കാൻ ഉള്ള മാർഗങ്ങളും എന്തൊക്കെയാണെന്ന്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ തിരിച്ചറിയാനുള്ള ഏറ്റവും വ്യക്തമായ ഒരു സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് 2 തരം എപ്പിസോഡ്സാണ് ഉണ്ടാവുക. ഒന്ന് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ളതും പിന്നെ മാനിക് ആയിട്ടുള്ള. അതായത് ഡിപ്രസീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എനർജി വളരെ കുറവായിരിക്കും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്റ്റേജും, അതല്ലാതെ കുറച്ച് എനർജി കൂടുതലുള്ള, ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഷോപ്പ് ഹോളിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക്. നമ്മുടെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഡിപ്രസീവ് സ്റ്റേറ്റിൽ വളരെ കുറഞ്ഞ, ഇപ്പം ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടുക, കൂടുതൽ സമയം ഉറങ്ങുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക, അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ 2 സ്റ്റേജ്, ഇതിപ്പം അതിൻ്റെ ഒരു പർട്ടിക്കുലർ സമയം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും 2 എപ്പിസോഡ്സ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു അസുഖമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. ഇനി തീർച്ചയായും ഇതിൻ്റെ സിംറ്റംസ് മാനേജ് ചെയ്യാനുള്ള മെഡിസിൻസ് മനോരോഗ വിദഗ്ധരുടെ കയ്യിലുണ്ട്. സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. കഫൈൻ അഡിക്ഷൻ പോലത്തെ അഡിക്ഷൻസ് ഈ മാനസികാരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുമോ? അഡിക്ഷൻസ് എല്ലാം ബാധിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ശീലം പിന്തുടരാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഫോഴ്സ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അഡിക്ഷനൊക്കെ നമുക്ക് ഗ്രാജുവലായ ഒരു തെറപ്പിയിലൂടെ അല്ലെങ്കിൽ ഇപ്പം ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനിലൂടെ കുറച്ച് കൊണ്ടുവരാമല്ലോ കഫീൻ അഡിക്ഷനൊക്കെ. സംശയം എന്നതിലുപരി ഒരു കൺക്ലൂഷന് വേണ്ടിയുള്ളൊരു റിക്വസ്റ്റാണ്. അതായത് ഇപ്പോൾ ഏറ്റവും അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ റൈറ്റർ മുഹമ്മദ് അബ്ബാസ് ഉണ്ട്, അറിയാമല്ലോ മുഹമ്മദ് അബ്ബാസിനെ പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടി കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ 10th പാസ്സായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട മനോഹരമായൊരു പോസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ഒരു A+ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ പറയുന്നത്, എൻ്റെ മകൻ അവൻ കഴിച്ച ഭക്ഷണം, കഴിച്ച പാത്രം അവൻ കഴുകിയിടും, അവൻ ഉപയോഗിച്ച വസ്ത്രം അവൻ സ്വയം അലക്കിയിടാറുണ്ട്, വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉള്ള ഭക്ഷണം ഷെയർ ചെയ്ത് സന്തോഷത്തോടെ അവൻ എന്നോടൊപ്പം കഴിക്കാറുണ്ട്, വീട് വൃത്തിയാക്കുന്നതിനും മറ്റും ഞങ്ങളോടെല്ലാം ഒപ്പം അവൻ കൂടാറുണ്ട്. അതുകൊണ്ട് എൻ്റെ മകന് ലഭിച്ച വിജയമെന്ന് പറയുന്നത് ഏത് A+നേക്കാളും വലുതായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ കോവിഡ് കാലം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അധികരിച്ചപ്പോൾ അതിൽ ഏറ്റവും അധികം വിലസിയ ഒരു വിഭാഗമാണ് സൈക്കോളജിസ്റ്റുകൾ. അപ്പം ആ കാലഘട്ടത്തോടു കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ സൈക്കോളജിസ്റ്റുകളുടെ രാശി തെളിഞ്ഞതും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ മൊബൈലുമായിട്ട് സസുഖം വാണ നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെയൊരു പ്രത്യേക അവസരം, അതായത് ഈ പറയുന്ന ബൈപ്പോളാർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെയുള്ള ചില പുത്തൻ ആശയങ്ങൾ അവർക്ക് അനുഗ്രഹമായിട്ട് മാറിക്കൊണ്ട് മാതാപിതാക്കൾ വീട്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ ജോലികളിലോ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നതിൽ നിന്ന്
വിമുഖത പ്രകടിപ്പിക്കാൻ തുടങ്ങിയതും. അപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് ഇപ്പം നമ്മുടെ നാഗവല്ലി സ്റ്റൈലിൽ 2-3 റെസ്പോൺസൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ വീട്ടിലുള്ളവരും വിചാരിക്കും എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നങ്ങളാണ്, ബൈപ്പോളാറോ എന്താണ്ടൊക്കെ കുന്ത്രാണ്ടോ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഒന്നും മിണ്ടണ്ട, അവളല്ലേ അവൻ അവിടെ സുഖമായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് ഒരു ട്രാപ്പായിട്ട് മാറിയിട്ടുണ്ട് സൈക്കോളജിയുടെ പേരിലുള്ള ഇത്തരം വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളും ഒക്കെ. അപ്പോൾ ഇത് പുതുതലമുറയ്ക്ക് ഒരു രക്ഷാകവചമായിട്ട് മാറിയിട്ടുണ്ടെന്നും ഇത്തരം പുതിയ പുതിയ ഡിസീസുകൾ അവർ അനുഗ്രഹമാക്കി അവർ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നും നിന്നെപ്പറ്റി കൂടിയാണ് പുറകിരുന്ന് മോള് പറയുന്നുണ്ട്, എന്നെ പറ്റിയാണോ എന്ന്, പറ്റിക്കൂടിയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പറയുന്നു എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ സമ്മർദ്ദങ്ങൾ നമ്മൾ താങ്ങണമെന്നുള്ളത്. മുതിർന്നവരുടെ സമ്മർദ്ദങ്ങൾ അവർക്ക് താങ്ങാനായിട്ടുള്ള ബാധ്യതയില്ലേ? അപ്പോൾ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സെക്യുലർ കുടുംബങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ മുഹമ്മദ് അബ്ബാസ് പറഞ്ഞതുപോലെ ഒരു കുട്ടി അവൻ സ്വയം ജീവിക്കുവാനായിട്ടല്ലേ, അവൻ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ജീവിക്കുവാനും ആ കുടുംബജീവിതം ഷെയർ ചെയ്യാനും തയ്യാറാകുമ്പോൾ മാത്രമാണ് ആ കുടുംബത്തിൽ പൊതുവിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് എന്നുള്ള കാര്യം അതായത് കഴിക്കുന്ന ഭക്ഷണം മുതൽ താമസിക്കുന്ന വീടിൻ്റെ ശുചിത്വം വരെയുള്ള കാര്യങ്ങളിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകണമെന്നും കുട്ടികളുടെ മാത്രം സമ്മർദ്ദങ്ങൾ നമ്മൾ സമ്മർദ്ദതാങ്ങികളായിട്ട് മാതാപിതാക്കളോ മുതിർന്നവരോ മാറാതെ എല്ലാവരും പരസ്പരം സമ്മർദ്ദ താങ്ങികളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ മാറും. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ മിസ് ആസിയയ്ക്ക് നിർദ്ദേശിക്കാവുന്ന ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ആദ്യം പറഞ്ഞ പരീക്ഷയിലെ മാർക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറയുമ്പോൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും അക്കാദമികമായിട്ടുള്ള ബുദ്ധി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനം ആൻറ്റി പറഞ്ഞ പോലെ സർവൈവിങ് സ്കിൽസ് തന്നെയാണ്. അവരുടെ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഏത് മേഖലയിലാണോ കഴിവെന്നുണ്ടെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ കുട്ടികൾക്കും അക്കാദമികമായിട്ട് നന്നായി പഠിക്കാനും അറിവ് ശേഖരിക്കാനും പറ്റണം എന്ന് ഇല്ല. അറിവ് അവരുടെ ഇൻട്രസ്റ്റഡ് ആയ മേഖലയിൽ ശേഖരിക്കാമെന്നുള്ളേ ഉള്ളൂ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ അറിവുകൾ പ്രദാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ലേബൽ ചെയ്യപ്പെടുക എന്നുള്ളത്. ഒരു സിംറ്റം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു കുട്ടിയെ ലേബൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രവണത, അത് വളരെ തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.